ഹായ് ഉള്ള എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചാനലിൽ ഇടുന്നത്. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് റിലീസ് ചെയ്തു. പടം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പടം കണ്ടു, റിലീസിൻ്റെ തന്നെ പടം കണ്ടു. പടത്തിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ റിവ്യൂ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ സിനിമയെ പറ്റിയിട്ട് എനിക്ക് കണ്ടിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. ബേസിക്കലി പടം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമല്ല. എന്നാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെങ്കട് പ്രഭുവിനെ നമുക്ക് നമ്പാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഫ്ലോപ്പ്, അതല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്. ഈ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പരിപാടി വെങ്കട് പ്രഭു ചെയ്യില്ല എന്നൊരു ലെവലായിരുന്നു. പക്ഷെ ഈ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് പടം കണ്ടപ്പോൾ കിട്ടിയത്. അതായത് ആവറേജിനേക്കാളും കുറച്ചും കൂടി വേണമെങ്കിൽ നന്നായി എന്ന് പറയാം. ആ ലെവലിലൊരു ഫീൽ എനിക്ക് സിനിമ കണ്ടപ്പോൾ പേഴ്സണലി കിട്ടി. ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ബേസിക് അഭിപ്രായം. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ. ട്വിറ്ററിൽ സിനിമയ്ക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണ്, പക്ഷെ ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ ഭയങ്കര മോശം അഭിപ്രായം പറയുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മോശം അഭിപ്രായം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയണത് ഇത് ബീസ്റ്റിനേക്കാളും മോശമാണെന്നാണ് പറയണത്. ബീസ്റ്റ് വരിസിനേക്കാളൊക്കെ മോശമാണെന്നാണ് പറയണത്. എനിക്ക് പേഴ്സണലി പടം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല. ഒരു വെങ്കട് പ്രഭു സിനിമയിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ആ ഒരു സംഭവങ്ങൾ ആ പടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വെങ്കട് പ്രഭു പടത്തിൽ നമ്മൾ ഒരിക്കലും ലോകേഷ് കനകരാജിന്റെ പടം എക്സ്പെക്ട് ചെയ്യില്ല. അതുപോലെ നെൽസന്റെ പടങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. വെങ്കട് പ്രഭുവിന്റെ പടം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടി, പാട്ട്, കോമഡി, പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പടമായിട്ട് എനിക്ക് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കിട്ടി. പിന്നെ ഉണ്ട്, കുഴപ്പങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയണത്. കുറച്ചധികം ഭാഗങ്ങളിൽ, കുറച്ചധികം കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്താമായിരുന്നു എനിക്ക് പടം കണ്ടപ്പോൾ തോന്നി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കാണ്. യുവൻ ശങ്കർ രാജയുടെ BGM എനിക്ക് അത്രമാത്രം അങ്ങോട്ട് വേറെ ആളെ നമുക്ക് കിട്ടായിരുന്നു. കാരണം നമ്മൾ അനിരുദ്ധിനൊക്കെ വിജയപടത്തിൽ കണ്ട് വന്നിട്ട് ഈ യുവന്റെ ഈ BGMസും സോങ്സും ഒന്നും അത്രമാത്രം ഒന്നും ഇംപ്രസിംഗ് ആയി തോന്നിയില്ല. പക്ഷെ ആദ്യത്തെ പാട്ടുണ്ടല്ലോ തിയേറ്ററിലെ വിസിൽ പോഡ് എന്ന് പറയുന്ന സോങ്സിനൊക്കെ നല്ല വൈബായിരുന്നു, അത് കുഴപ്പമില്ല. BGM കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്തു വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു കൊമേഴ്സ്യൽ മാസ് എന്റർടൈൻമെന്റ് സിനിമയില് BGMന്റെ പങ്ക് എന്ന് പറഞ്ഞാൽ വലിയ പങ്കാണ്. ഒരു സീനിനെ എലിവേറ്റ് ചെയ്ത് വേറെ ലെവലിലേക്ക് പ്രസന്റ് ചെയ്യുന്നതിൽ BGMസിന് ഭയങ്കരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ കോൺട്രിബ്യൂഷൻ ഈ പടത്തിൽ അത്രയധികം ഇല്ല എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ആക്ഷൻ സീൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ക്യാമിയോ റോളിൽ വരുന്ന സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ വിജയകാന്തിന്റെ ക്യാമിയോ റോള് കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്. എനിക്കതൊക്കെ ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആ ഒരു AI ടെക്നോളജിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ഏത് വിജയപടം ഇറങ്ങി കഴിഞ്ഞാൽ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനായിട്ട് കുറേ പേരുണ്ട്. അത് നമ്മളെല്ലാ വിജയപടത്തിലും കണ്ടിട്ടുള്ളതാണ്. രക്ഷകൻ എന്ന് പറഞ്ഞ് കളിയാക്കുക, അതല്ലെങ്കിൽ സ്ഥിരം ഫോർമാറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കുക. പക്ഷെ ഈ സ്ഥിരം ഫോർമാറ്റ് ആയിക്കോട്ടെ, രക്ഷകൻ ആയിക്കോട്ടെ, എന്ത് തേങ്ങ ആയിക്കോട്ടെ, പുള്ളിയുടെ സിനിമയാണ് നമ്പർ 1 കളക്ഷനിലും വരെ. പുള്ളിയാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഭരിക്കുന്ന കിങ് എന്ന് പറയുന്നത്. സോ പറഞ്ഞു വന്നത്, എത്ര അധികം ട്രോൾസ് കയറ്റി വാങ്ങിയാലും പടം ഇന്ന് 126 കോടി രൂപ ഫസ്റ്റ് ഡേ കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ സിനിമ മേ ബി ദളപതി വിജയ് രാഷ്ട്രീയ പ്രവേശനത്തോടനുബന്ധിച്ചിട്ട് സിനിമ താൽക്കാലികമായിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും അടങ്ങിയിട്ട് ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിരിക്കും. വിനോദിന്റെ സിനിമയിൽ ഇത്രയധികം കൊമേഴ്സ്യൽ എലമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് കേട്ടിരിക്കുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ടെങ്കിൽ പടം ജസ്റ്റ് ഒന്ന് പോയി കണ്ടോ. കൊല്ലത്തിലൊരു വിജയ് പടമാണ് ഇറങ്ങുന്നത്. ആ പടം കാണാതിരുന്നിട്ട് എന്താ കാര്യം? അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഈ പടം ഒരിക്കലും നിരാശ സമ്മാനിക്കുമെന്ന് വെച്ചാൽ കുറെ പേർക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ അഭിപ്രായം, നമ്മളതിൽ ഒന്നും പറയുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, എനിക്ക് സിനിമ കുറച്ചധികം കുഴപ്പമില്ലാണ്ട് തോന്നി. ഞാൻ അത്രമാത്രം പ്രതീക്ഷ ഈ സിനിമയിൽ വെച്ചിട്ടില്ല. ഞാനൊന്നല്ല, ഭൂരിഭാഗം പേരും ഈ സിനിമയിൽ അത്രമാത്രം പ്രതീക്ഷയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോയി കണ്ടപ്പോൾ കുഴപ്പമില്ല, ഒരു ഡീസന്റ് മൂവി. എനിക്ക് ആ ഒരു ലെവലിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലെ വില്ലൻ ആരാന്നൊക്കെ പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതൊക്കെ സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പൊ ആ പെർഫോമൻസ് ഒക്കെ കിടുക്കാച്ചി പെർഫോമൻസ് ആയിട്ടുണ്ട്. അതായത് ദളപതി വേഴ്സസ് ഇളയ ദളപതി എന്നുള്ള ലെവലിലാണ് സിനിമനെ ബ്രാൻഡ് ചെയ്യണത്. അതില് നമ്മളുടെ അമൽ ഡേവീസിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിരുന്ന ക്യാരക്ടർ പവർഫുൾ, എന്താ പറയാ, പവർഫുൾ പെർഫോമൻസ് അഴിഞ്ഞാടിയുണ്ട് സിനിമയിൽ. സോ അതുകൊണ്ട് തന്നെ പടം നിങ്ങൾക്ക് എന്തായാലും കണ്ടിരിക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാവരും പറയണം മോശം എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ എന്നാൽ ഞാനും മോശം എന്ന് പറയുന്ന കുറേയധികം ടീംസ് ഉണ്ട്.
അവരോടൊക്കെ എന്താ പറഞ്ഞത് നമുക്ക് അറിയില്ല. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നോക്കിയിട്ട് മിസ്സാക്കേണ്ടതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്തായാലും വരും ദിവസങ്ങളിൽ എത്രത്തോളം അധികമാണ് കളക്ഷൻ വരിക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ലിയോന്റെ കളക്ഷൻ റെക്കോർഡ് വെട്ടിക്കാൻ പറ്റിയിട്ടില്ല. അത് ലിയോയാണ്, ലോകേഷ് കനകരാജാണ്. അതിനേക്കാൾ ഉപരി അത് LCUയിൽ ഉണ്ടായിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നൊരു പടമാണ്. സോ അതിന്റെ എക്സ്പെക്ടേഷൻസ് വേറെയാണ്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വെങ്കട് പ്രഭുവിന്റെ ലെവലില് പടം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, നന്നായി. ഇനി വെങ്കട് പ്രഭുവിന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ എനിക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറയും മങ്കാത്തൻ മാനാടാണ്. മങ്കാത്തൻ മാനാടും കഴിഞ്ഞിട്ടാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എനിക്കുള്ളൂ. എന്തായാലും നിങ്ങൾ പടം കണ്ടു നോക്കുക. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റായിട്ട് അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കുക. തിയേറ്ററിൽ പോയിട്ട് പടം കണ്ട മിസ്സാക്കണ്ട. ഞാൻ പറഞ്ഞ ഒരു കൊല്ലത്തിലൊരു വിജയപടമുള്ളൂ, അത് മിസ് ചെയ്യണ്ട.